യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭാനു എങ്ങോട്ട് പോയതാ? സൂര്യ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ടോ പോയതാ. ഇവിടെ റേഞ്ച് കുറവാമേ. നീ ഒരു കാര്യം ചെയ്യുമായേ, ഒരു ഓട്ടോ വിളിച്ച സൂര്യയുടെ വീട് വരെ പോയിട്ട് വരാൻ ഭാനുവിനോട് പറ. അമ്മ, ഭരതോ സേതോടിനോ വന്നിട്ട് പോരെ? വേണ്ട, അവരും പലയിടങ്ങളിൽ കാശിന് വേണ്ടി പോയേക്കല്ലേ. ഭാനുവിനോട് പോയി ഒന്ന് അന്വേഷിക്കാൻ പറ. സൂര്യയോടൊന്ന് പോയിട്ട് നമ്മൾ അന്വേഷിച്ചില്ല എന്ന് പറയരുത്. ശരി അമ്മേ. ഇവിടെ അയ്യോടാ, പപ്പേട്ട, ദേ ഇവളിതെങ്ങോട്ടാ? ആർക്കറിയാം? ഭാനു, സൂര്യ കിട്ടിയോ? ഇല്ല മയേച്ചി, ഔട്ട് ഓഫ് റേഞ്ചാ പറയുന്നത്. നീ പോയിട്ട് സൂര്യ വീട്ടിലുണ്ടോന്നോ അങ്കിളിനോട് ആന്റിയോടോ ഒന്ന് അന്വേഷിച്ചിട്ട് വാ. അമ്മയാ പറഞ്ഞേ, നീ ഒരു ഓട്ടോ വിളിച്ച് പോയിട്ട് വാ. വേഗം വന്നാ മതി. ശരി മയേച്ചി. ഭാനു അവിടെ പോയ ആകെ കുഴപ്പവും. ജാനകി, അതിന് വഴിയുണ്ട്. ഞാൻ ജയനിർമ്മലയെ വിളിക്കാം. വിളിക്കും. എന്താ വിജയപത്മ? സൂര്യ മുറിയിൽ അടച്ചിട്ടാൽ ആരും അറിയില്ല എന്ന് വിചാരിച്ചല്ലേ? ഇക്കാര്യം വിജയപത്മൻ എങ്ങനെ അറിഞ്ഞു? ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവും ആലോചിക്കുന്നത്. ഇനിയിപ്പോ ആലോചിച്ച് തല പുണ്ണാക്കണ്ട ജയനിർമ്മലെ. ഒന്നുമില്ലെങ്കിലും ഭാവനയുടെ നാശം കാണാൻ വേണ്ടി നമ്മൾ ഒരേ തോണിയിൽ കുറെ സഞ്ചരിച്ചവരല്ലേ? സോറി വിജയപത്മ, ഇക്കാര്യം ഞാൻ ആരോടും പറയണ്ടെന്ന് കരുതിയിരുന്നത്. വിജയപത്മൻ എങ്ങനെ അറിഞ്ഞു? അതൊന്നും പറയാനുള്ള നേരമല്ലത്. ആ ഭാനുവില്ലേ, സൂര്യയെ തേടി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി വിളിച്ചതാ. ഇനി സൂര്യയെ ഭാനു കാണണ്ട. ശരി വിജയപത്മ, താങ്ക്സ്. ഞാൻ നോക്കിക്കോളാം. അല്ല, അവിടെ എന്താ അവസ്ഥ? എന്താവാൻ, മിക്കവാറും ഭാവനയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവും. എന്നാ ശരി, ഞാൻ വെക്കാം. ഓക്കെ വിജയപത്മ. ഭാനു അവളിങ്ങ് വരട്ടെ. സൂര്യയെ കാണാതായപ്പോ വീട് തേടി വരുന്നു. അപ്പോ അവൻ അത്രമാത്രം സ്വാതന്ത്ര്യം കൊടുത്തിട്ടല്ലേ? പാടി നീങ്ങ വാ, നിനക്ക് ഞാൻ സൂര്യയെ കാണിച്ചു തരാം. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. സൂര്യേട്ടൻ്റെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ. എന്താ ഭാനു, നീ എന്താ ഇവിടെ?
അത് പിന്നെ ആന്റി, ഞാൻ സൂര്യേട്ടനെ തിരക്കി വന്നതാ. അതെന്താടി, ചേച്ചി വീണപ്പോ എന്റെ മോനെ തേടി നീ ഇറങ്ങിയോ? കൊള്ളാലോ, ഗായത്രി അപ്പൊ പെൺമക്കളെ രണ്ടും കൽപ്പിച്ചങ്ങ് വിട്ടിരിക്കയല്ലേ? എന്തിനാ ആന്റി ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? ഞങ്ങളുടെ അമ്മ ഞങ്ങളെ മര്യാദയ്ക്ക് തന്നെയാ വളർത്തിയത്. ഓ, ഞാൻ കാണുന്നുണ്ട്. ഈ കാണുന്നതല്ലേ മര്യാദ? അല്ല, നീ എന്തിനാ സൂര്യ തേടി വന്നത്? അതാദ്യം പറ. എന്താടി നാവിറങ്ങിപ്പോയോ? സൂര്യേട്ടൻ ഹോസ്പിറ്റലിൽ നിന്നും ഇവിടേക്ക് വന്നിട്ട് ഒരുപാട് നേരമായി. വിളിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല. അതുകൊണ്ടാ തിരക്കി വന്നത്. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. അവൻ അവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ അവൻ അവിടെ ഇല്ലെന്നോ? ദേ, കള്ളം പറയല്ലേ. അയ്യോ, സത്യമായിട്ട് അവിടെ ഇല്ല ആന്റി. ഹോസ്പിറ്റലിൽ അടയ്ക്കാനുള്ള കാശ് എടുക്കാനായിട്ടാ സൂര്യേട്ടൻ ഇവിടേക്ക് വന്നത്. ഇപ്പൊ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഓഹോ, അപ്പൊ അതാണ് കാര്യം. എന്റെ മോനെ കാശിന് വേണ്ടി പറഞ്ഞയച്ചു. ദേ, മര്യാദയ്ക്ക് പറഞ്ഞോണം, അവൻ എവിടെ പോയതാ? സത്യമായിട്ട് ഇവിടേക്ക് വന്നെന്നാ ആന്റി ഞങ്ങൾ കരുതിയത്. ഈശ്വര, അവൻ ഇതെവിടെ പോയി? ഞാൻ നേരത്തെ വിളിച്ചപ്പോഴും കിട്ടിയില്ല. ആന്റി, ഈ വണ്ടി സൂര്യേട്ടന്റെ അല്ലേ? അതെ, ഇതവൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നല്ലോ. നോക്ക്, മര്യാദയ്ക്ക് അവൻ എവിടെയുണ്ടെന്ന് പറ. ആന്റി, സത്യമായിട്ട് ഞാനും അതറിയാൻ വേണ്ടിയിട്ടാ വന്നേ. ഇവിടെ വന്നില്ലെങ്കിൽ സൂര്യേട്ടൻ പിന്നെ എവിടെ പോയിട്ടുണ്ടാവും? അത് എന്നോടാണോ ചോദിക്കുന്നേ? ഈശ്വര, അവന് ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കും? ദേവേട്ടൻ ഇവിടെ ഇല്ലല്ലോ, ഇനി എന്ത് ചെയ്യും? ആന്റി, ഞാൻ ഭാനു, മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. അവൻ എവിടെയാന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കുടുംബത്തോടെ ഇറങ്ങിയിരിക്കല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ ആന്റി. എടി, പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഒന്ന് പോ ഭാനു. വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാതെ. നോക്കിക്കോ, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. ചേട്ടാ, പോവാം. അവളുടെ ഒരു സൂര്യേട്ടൻ പിന്നെ ഭാവനയ്ക്ക് വാരിക്കോരി ചെലവാക്കാൻ വേണ്ടി ഇന്ന് സമ്പാദിച്ച് തന്നിരിക്കല്ലേ. ഇന്നത്തോടെ ആ മാരണ എന്റെ മോന്റെ തലേന്ന് ഒഴിഞ്ഞു പോണേ ഈശ്വര. മുളങ്കാടി നൊമ്പരമല്ലേ, പുല്ലാങ്കുഴൽ നാദമൊഴുകൂ, സഹനതയുടെ സഫലതയല്ലേ മധുരിമയേകൂ. ഇടിമിന്നലടിക്കാൻ മാനം മടികൊണ്ടാൽ മഴ പെയ്യുമോ? സുഖദുഃഖം മർത്യനു നിയതി വിധിയല്ലയോ? ഒരു തായുടെ പിറവിഗ്രഹത്തിൽ പിറവിയിലെ സോദരർ തമ്മിൽ ഏതോ ചില പിഴവുകൾ വന്നാൽ ബന്ധം പൊലിയുമോ? ഒരു കൂട്ടിൽ വാഴും കുയിൽ നാം